കൃത്യമായി മറുപടി നൽകാറുമുണ്ട്. പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് മിക്കവാറും പേരെന്നോട് ഉപദേശിക്കാറുള്ളത്. അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്നാണ്. പക്ഷേ എനിക്ക് തീക്ഷ്ണമായിട്ടുള്ള എൻ്റെ ഒരു വൈയക്തിക അനുഭവത്തിനെ ഞാൻ എഴുതിയിടുന്ന സമയത്ത് അവർ ആ കവിത വായിക്കുന്നതിൻ്റെ കൂടെ കവിത വായിച്ച് അതിന് വളരെ ശക്തമായിട്ട് മാഷ് അതിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാവും. ഇപ്പോൾ ഒരു 700 കമൻറ്റോളം അതിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് നേരത്തെ പ്രസിദ്ധീകരിച്ച് വന്ന കവിതയാണ്. നേരത്തെ പാഠഭേദത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ആ പേറ്റുമുറി എന്ന് പറയുന്ന കവിത. അപ്പോൾ അത് നേരത്തെ നമുക്ക് പാഠഭേദത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ റിയാക്ഷൻസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പരിമിതിയുണ്ട്. അത് പിന്നീട് നമ്മൾ അതിൻ്റെ ടൈപ്പ് വേഷൻ എടുത്തിട്ട് നമ്മൾ ഇതിലിടുമ്പോഴാണ് ആൾക്കാരുടെ പ്രത്യക്ഷമായിട്ടുള്ള അതിൽ മുല എന്നുള്ള വാക്കൊക്കെ കാണുമ്പോൾ ഒരു സ്ത്രീ മുല എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണെന്നാണ് അപ്പം ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരമ്മ പ്രസവ സമയത്ത് അവരുടെ മുലയിൽ പാല് നിറഞ്ഞ് അത് കെട്ടിക്കിടന്ന് അന്ന് അനുഭവിച്ച ഒരു പെയിനിനെ പിന്നീട് പിറ്റത്തെ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ മാമോഗ്രാമിന് വിധേയമാവാൻ പോകുന്ന സമയത്ത് ഞാൻ ആ വേദനയെ ഓർമ്മിച്ചെഴുത ഒരു കവിതയാണ് പേറ്റുമുറി എന്നുള്ള കവിത. അപ്പോൾ ആ കവിതയിൽ മുലപ്പാല് എന്നുള്ളതിന് പകരം എനിക്ക് തലപ്പാല് എന്ന് എഴുതാൻ പറ്റില്ല, സ്ഥാനപ്പാല് എന്ന് എഴുതാൻ തൽക്കാലം സൗകര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സൗകര്യമില്ലാഞ്ഞിട്ടാണ്. സ്ഥലം എന്ന് വായിച്ചാൽ ആ സംസ്കൃത പദം കൊണ്ട് തൃപ്തി അടയുകയും മുല എന്നുള്ളത് കൃത്യമായിട്ടുള്ള മലയാള പദം വായിച്ചാൽ അതിനെന്തോ അസ്കിത അനുഭവപ്പെടുകയും ചെയ്യുന്നത് നിരന്തരമായിട്ട് പഴകിപ്പോന്നിട്ടുള്ള ചില ഈ വരേണ്യ വായനാശീലങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അത്തരം ശീലങ്ങളെ പൊളിക്കാൻ മറുപടി പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതുകൊണ്ട് അതൊരു കാവ്യാനുശീലനാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് ഞാൻ കൃത്യമായി തന്നെ പ്രതികരിക്കാറുണ്ട്. ഞാൻ ഇനിയും മുലയെ മുല എന്ന് തന്നെ പറയും. സ്ഥലം എന്ന് എഴുതാൻ തൽക്കാലം സൗകര്യപ്പെടില്ല. ഇതെന്നെ എല്ലാവരോടും പറയാറുണ്ട്.